happiness ആയിരുന്നു എപ്പോഴും. യു നെവർ സീ എ ഗ്ലൂമി ഓർ ഡൾ ആൻഡ് മൂഡി ഒന്നുമില്ല. എപ്പോൾ കിളുകളും ചിരിച്ചോ. മനുഷ്യ വരുമ്പോൾ അറിയാം ഒരു അലാറം ഇട്ട പോലെയാണ്. അങ്ങനെ കേൾക്കുമ്പോൾ ലൗഡ്ലി ഷി വുഡ് ലൈക്ക് ഗിഗിൾ ലൈക്ക് അങ്ങനെ ആയിരുന്നു. ആൻഡ് വാസ് എ ബ്യൂട്ടിഫുൾ ഡാൻസർ, അക്കാഡമിക്കലി ട്രെയിൻഡ് ഡാൻസർ ആയിരുന്നു മനുഷ്യ. അടയാർ ലക്ഷ്മൺ സാറിൻ്റെ കീഴിൽ. ആൻഡ് ഷി വാസ് വെരി സീരിയസ് അബൌട്ട് ദറ്റ്, അബൌട്ട് ഹെർ ഡാൻസ്. ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ പെർഫോമൻസ്. തലശ്ശേരി വന്നപ്പം ഷീ പെർഫോംഡ് വൺസ്. ആൻഡ് അന്നാണ് ആദ്യമായിട്ട് മോനിഷയുടെ ഒരു ലൈവ് കച്ചേരി കാണുന്നത്. കച്ചേരി എന്ന് പറഞ്ഞാൽ ടൈം കൂടെ 1.5 hour സോളോ കച്ചേരി. അത് ഉള്ളി ആ ഒരു വെൽ ട്രെയിൻഡ് ഡാൻസർ അറ്റ് ദാറ്റ് ഏജ്. സോ ഷി വാസ് എ വെരി ഗുഡ്. ആൻഡ് ഐ തിങ്ക് അവരുടെ പാഷൻ ഓൾസോ വാസ് ഡാൻസിങ് മോർ ദൻ സിനിമ. സിനിമ ഹാപ്പൻഡ് ആൻഡ് ദെൻ ഇറ്റ് വാസ് ജസ്റ്റ് ഐ തിങ്ക് കവലതളൊക്കെ കഴിഞ്ഞ നേരം ഷി വാസ് കൈൻഡ് ഓഫ് ഗ്രോയിങ് ആസ് എൻ ആക്ടർ. വി വർ ഓൾ ലൈക്ക് ഞങ്ങളെല്ലാം വി വർ മെച്ചുറിങ് ആസ് ആക്ടേഴ്സ്. അതിൻ്റെ സീരിയസ്നെസ് അപ്രോച്ചൊക്കെ മാറാൻ തുടങ്ങി. അപ്പം മോനിഷ ഓൾസോ ഡെഫിനറ്റ്ലി. സോ ആ സമയത്താണ് ദ ട്രാജഡി ഹാപ്പൻഡ്. ഗ്രേറ്റ് ലോസ്. ഇപ്പം ഇന്ന് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ശോഭന ഷി വുഡ് ഹാവ് ബീൻ ഒരു ഹൈലി അക്കാഡമിക് ഡാൻസർ. ബിക്കോസ് ഐ സ്ട്രോങ്ലി റിമെമ്പർ ഷി വാസ് ആൻഡ് ശ്രീദേവി ഓൾസോ. അവരുടെ ഡാൻസ് ആക്ച്വലി ഈ ആക്സിഡൻറ്റ് നടക്കുന്നത് തന്നെ ദേ വർ സപ്പോസ് ടു കം ഫോർ എ പ്രോഗ്രാം ടു ഗുരുവായൂർ. അപ്പം അതിൻ്റെ ഒരു ഗ്യാപ്പിൽ ബാംഗ്ലൂരേക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് നിന്ന് അവർ രാവിലെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് വരുമായിരുന്നു. മോർണിംഗ് 8 o'clock ഫ്ലൈറ്റിനാണ് ഇവർ 3 മണിക്ക് പുറപ്പെട്ടിട്ട് വരുന്നത്. അത് ഓൺ ദ വേ ആണ് ആക്സിഡൻറ്റ്. സോ ദാറ്റ് വാസ് ഓൾസോ ഒരു ആ പ്രോഗ്രാമിന് മുമ്പേ അച്ഛനൊന്നും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവിച്ചാണ് അത്. ഇറ്റ്സ് എ ഗ്രേറ്റ് ലോസ് ഡെഫിനറ്റ്ലി. Artistically and as a person, human being also, she was like an angel, like always being nice to people and happiness. She's coming from a very well-off and highly aristocratic family and upbringing and അതെല്ലാം ഉണ്ട്. നമുക്ക് വാർക്കാൻ അതിനകത്ത് നിങ്ങളുടെ രണ്ടുപേരുടെയും കോംബോ എൻ്റെ ഒരു ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് അതാണ് അടുത്തിരിക്കാൻ. പക്ഷെ സോ സർപ്രൈസ് പിന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിമിലർ നിങ്ങളുടെ കോംബോ അങ്ങനെ പിന്നെ വന്നിട്ടില്ല. ഇറ്റ്സ് സോ സർപ്രൈസിങ് തോന്നിയിട്ടുണ്ടോ? സോ വെൽ ഇൻ ദാറ്റ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി. അല്ല പക്ഷെ അന്ന് ദീസ് കൈൻഡ് ഓഫ് ഫിലിംസ് വേർ ലൈക്ക് പത്മനാഭൻ സാറിനോൾ he wouldn't repeat no I'm just saying. So even otherwise ഇങ്ങനത്തെ ഈ മാസ്റ്റേഴ്സിൻ്റെ ഒക്കെ വർക്ക് അങ്ങനെ അധികം ഐ ഡോണ്ട് തിങ്ക് ടു മെനി, ബിക്കോസ് ദോസ് സബ്ജക്ട്സ് വെർ ലൈക്ക് ദാറ്റ് വെരി യുണീക്ക് ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അത് കഴിഞ്ഞിട്ടാണ് ഇമ്മീഡിയറ്റ്ലി ഇത് അമൃതഗമ്യ ആൻഡ് കമലദളം വാസ് ആഫ്റ്റർ ദാറ്റ്. I don't know, I haven't thought about it actually. So all this just happened. Actually, I was much younger. Like even for that role, if you see, എനിക്ക് ആ ഡബിങ് കൊണ്ടാണ് അത് അങ്ങനെ അറിയാത്തത്. എൻ്റെ വോയിസ് അന്നായിരുന്നു എൻ്റെ ഈ ട്രാൻസിഷൻ വോയിസാണ്. ഭയങ്കര നേസൽ സൗണ്ട് അല്ലേ, 15 വയസ്സ് എന്നുള്ള. സോ ഐ കൻ ഇമാജിൻ ഇഫ് ഐ ഡബ് ദാറ്റ് ഇറ്റ് വുഡ് ബീൻ എ ഡിസാസ്റ്റർ. ഇല്ല അത് ദാറ്റ്സ് വൈ ഐ ഓൾവേസ് സേ കൃഷ്ണാന്തരേട്ടനൊക്കെ ലൈക്ക് he's given soul to all these characters of MT sir. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലുക്ക് അറ്റ് ദ പവർ വിത്ത് വിച്ച് ഇപ്പോൾ ഋതുവേദത്തിലായാലും നക്ഷത്രങ്ങളിലായാലും സർഗം കമലദളം എല്ലാം കൃഷ്ണാന്തരേട്ടൻ്റെ വോയിസ് ആണ്. ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി കോൺട്രിബ്യൂട്ട്. ആൻഡ് ഐ ഓൾവേസ് ടെൽ ഹിം ഐ ആം സോ താങ്ക്ഫുൾ ടു യു ബിക്കോസ് അങ്ങനെ ഒരു വോയിസ് ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി വന്നത്. ആൻഡ് മൈ വോയിസ് ആ സമയത്ത് ആക്ച്വലി ഐ ഡബ്ഡ് ഫോർ എ ഫിലിം കോൾഡ് പ്രണാമം സെയിം ടൈം. എൻ്റെ ആക്ച്വൽ വോയിസ് അറിയണമെങ്കിൽ യൂസ് ചെയ്ത് ദാറ്റ് ഫിലിം. അത് ഭരതേട്ടൻ പറഞ്ഞ് നീ ചെയ്യടാ എന്നിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ഡബ് ചെയ്യിപ്പിച്ചു ആ പടം. അതിൽ ഇതാണ് ഈ കംപ്ലീറ്റ്ലി നേസൽ കൈൻഡ് ഓഫ് ഭാഷ. സി വെൻ യു ഡൂയിങ് ഒരു റൊമാൻറ്റിക് ഹീറോ ഇറ്റ് മൈറ്റ് നോട്ട് ഗോ വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ്. ആൻഡ് അന്ന് ആ കാലത്തെ സിനിമകളിലെല്ലാം ഇങ്ങനെ റിയലിസ്റ്റിക് ഡയലോഗ്സ് ഒന്നല്ല. ഇറ്റ് വാസ് ഓൾ വെരി പോയറ്റിക് ആൻഡ് ലാംഗ്വേജ് പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഭാഷയുടെ ഭംഗി എന്നൊന്നുണ്ടായിരുന്നു. ഇപ്പോൾ MT സാറിൻ്റെ സംഭാഷണമായാലും പത്മനാഭൻ സാറിൻ്റെ ആയാലും ഇവരുടെ എല്ലാവരുടെയും ഓൾ ദ ഡയലോഗ്സ്. സോ അതിൻ്റെതായ ഒരു ഭംഗി അന്നുണ്ടായിരുന്നു. സോ അത് പറയാൻ യു നീഡ് ട്രെയിൻഡ് പീപ്പിൾ. ഒരു റോ ആയിട്ട് വന്ന അല്ലെങ്കിൽ യു ഹാവ് ടു ട്രെയിൻ ദിസ് ആക്ടർ ഫോർ എ ലോങ് ടൈം. അന്ന് പക്ഷേ കോസ്റ്റ് ഫാക്ടർ ഓഫ് യു കാൺട്ട് ഹയർ എ സ്റ്റുഡിയോ ആൻഡ് ജസ്റ്റ് കീപ്പ് ഇറ്റ് ഫോർ. പക്ഷെ അങ്ങനെ
എനിക്ക് ഭാഗ്യം കിട്ടിയത് ഫാസിൽ സാർ. ഹീ സാറ്റ് വിത്ത് മീ ആൻഡ് 8 ദിവസം എന്നെ ഇരുത്തി ഡബ് ചെയ്യിപ്പിച്ചാണ് മാനത്തെ പിള്ളേർ, വിച്ച് വാസ് ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ഫോർ മീ. ബട്ട് ബൈ ദെൻ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ സമൂഹം, ഗസൽ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ തച്ചോളി ഇതെല്ലാം ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഞാൻ സ്വന്തമായിട്ട് ഐ ഫൗണ്ട് മൈ സ്പേസ് ആൻഡ് ഐ സെഡ് ഐ ഹാവ് ടു ഡബ്. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. വൺസ് യുവർ വോയിസ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ്, നോ. സോ അങ്ങനെ ഒരു കോൺഷ്യസ് എഫേർട്ട് എടുത്തിട്ട് ഐ സ്റ്റാർട്ടഡ് ഡബ്ബിങ്. അപ്പം അച്ചയ്ക്കാണ് ആക്ച്വലി അതിൻ്റെ പല പല ബേസിക് ടെക്നിക്സ്, ഈ ഹൗ ടു കൺട്രോൾ യുവർ ബ്രീത്തിങ് ആൻഡ് ഹൗ ടു സസ്റ്റെയിൻ യുവർ ബേസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡാൻസർ ഒരു വേഷമുണ്ട്. അത് പിന്നെ മലയാള സിനിമയിൽ അതുവരെ ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ വിനീതാണ് സിനിമാ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്നത്. ആ വേഷം ഫാസിലിൻ്റെ സിനിമയിൽ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിരുന്നു. എന്നെ വിളിച്ചിരുന്നു അന്ന് ആക്ച്വലി. അപ്പോൾ ഐ വാസ് ഡൂയിങ് പരിണയം ആൻഡ് പച്ചയ്ക്ക് ഒരു ക്രിട്ടിക്സ് അവാർഡ് സമയത്താണ് എന്നെ ഇങ്ങനെ സൈഡിലേക്ക് വിളിച്ചിട്ട് ഈ ജസ്റ്റ് ടോൾഡ് മീ ആൻ ഔട്ട്ലൈൻ. അപ്പോൾ അത് ഞാൻ ഐ ഹവ് സ്പോക്കൺ അബൌട്ട് ദിസ് ഇൻ മെനി പ്ലേസസ്. ആൻഡ് വേറൊരു ഇതെന്താ വെച്ചാൽ വെൻ യു ടോക്ക് അബൌട്ട് ദിസ്, നോ, എസ്പെഷ്യലി ഇൻ സോഷ്യൽ മീഡിയ ആൻഡ് ഓൾ, പീപ്പിൾ ജസ്റ്റ് ദേ മിസ്റ്റേക്ക് ഇറ്റ് ലൈക്ക് സേയിങ് ഞാനായിരുന്നു ചെയ്യേണ്ടത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഐ വാസ് കൺസിഡേർഡ് ഫോർ ദാറ്റ്, പക്ഷേ ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അത് ഡെഫിനറ്റ്ലി ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ആൻ ഓണർ ഫോർ മീ ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് ഫിലിം. അന്ന് പരിണയം ഷൂട്ടിംഗ് ഉള്ളത് കൊണ്ട് ഐ ഹാഡ് ടു അപ്പോളജൈസ്. ആൻഡ് ബിക്കോസ് ഹരൻ സാർ കുറേ നോക്കി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് തിലകേട്ടൻ്റെ, ജഗദീഷ് കുമാർ, അമ്പിളിച്ചേട്ടനൊക്കെ ഇവരൊക്കെ സൂപ്പർ ബിസി ആയിട്ടുള്ള വേണുചേട്ടനൊക്കെ അവർ ദേ വർ ഡൂയിങ് സോ മെനി ഫിലിംസ്. അപ്പോൾ അവരെ ഡേറ്റ്സ് വെച്ചിട്ടാണ് സീൻസ് ചോക്ക് ഔട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഇപ്പോൾ ഹരിഹരൻ സാറിൻ്റെ ഫിലിമിൽ വി ഹാവ് ടു ബി ത്രൂ ഔട്ട്. ഇപ്പോൾ രാവിലെ അവർ സ്മാർത്ഥ വിചാരണമെങ്കിൽ രാത്രി ഈ മാധവൻ്റെയും ഉണ്ണിമായുടെയും കഥകളി സീക്വൻസ് ആയിരിക്കും. അങ്ങനെ ദേ വിൽ പ്ലാൻ. സോ എവറി ഡേ ദേ വാസ് വർക്ക്. സോ ഒരു തരത്തിലും എനിക്ക് അന്ന് പോകാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഇവിടെ ലാലേട്ടനെയും സുരേഷ് ഏട്ടനെയും കമ്പൈൻ ഡേറ്റ്സ് വെച്ചിട്ട് they were also with 3 units. I think Pachika had Siddiq Lal doing one section, Sibiatan helping in one section, Priyatan doing one section. All his friends and assistants ഒക്കെ ആയിരുന്നല്ലോ. സോ അങ്ങനെ അറ്റ് എ ടൈം 3 units വെച്ചിട്ട് they were kind to, because tight dates ആയിരുന്നു. സോ അങ്ങനെയാണ് അത് മിസ്സായത്. അതെ, ചന്ദ്രമുഖി ഐ ഡിഡ്, ബുൾബുലയ്യ, ആൻഡ് കന്നഡയിലെ സെക്കൻഡ് പാർട്ടിൽ ഐ ഡിഡ് ദാറ്റ്. ചന്ദ്രമുഖി ഓഫ് കോഴ്സ് അത് അഗെയിൻ ആഫ്റ്റർ 13 years ഐ തിങ്ക് 2005 ചന്ദ്രമുഖി വരുന്നത്. അത് രജനി സാറാണ്, ഐ തിങ്ക് ഹി സോ എ പെർഫോമൻസ് ഓഫ് മൈൻ പ്രീവിയസ് ഡേ. ചീഫ് മിനിസ്റ്റർ ഫെലിസിറ്റേറ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രോഗ്രാം ഐ ഡിഡ് ദ ഓപ്പണിംഗ്. സോ രജനി സാർ വാസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് ഹൗ ഹി സജസ്റ്റഡ് മൈ നെയിം ആൻഡ് ദേ കോൾഡ് മീ. ഡബ്ബിംഗിലേക്ക് ഇപ്പോൾ ലൂസിഫറിന്റെ ഡബ്ബിങ്ങിനെ പറ്റി പറയായിരുന്നു. യു ഡിഡ് ദാറ്റ്, ലൈക്ക് എങ്ങനെയാണ് ഒരു ഡബ്ബിംഗ് ആ ഒരു സീരീസ് മോഡിലേക്ക് എങ്ങനെയാണ് വരുന്നത്? Well, it just happened. അങ്ങനെ they called me. അവർ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ലാലേട്ടൻ എന്ന പടത്തിൽ വില്ലന് വേണ്ടി ചെയ്യണം. Are you okay with that? Raju wanted to know. So I was apprehensive. Mohanlal's, I mean, such a big profile film. Anna, we've seen the announcements and you know what kind of film that is going to be. And I was wondering, and Vivek ആണെന്ന് പറഞ്ഞു. അപ്പോൾ my doubt was whether my voice will suit for a villain, and I'm sure it's going to be an underworld and andamari idella undav. So there I was slightly confused whether, because I've had this younger brother image of Lalatan and all that. അപ്പോൾ ആ വോയിസ് എങ്ങനെ മാച്ച് ചെയ്യുന്ന അന്ന് ഞാൻ പറഞ്ഞു I'll come and try. I don't know if it will work. When I was doing a program here, അപ്പോൾ അന്ന് Prithviraj was here, so I said I'll just come and check. If it's okay, I don't mind. Let's see. Like, I was excited about a totally different area of cinema, no? Like dubbing for another artist. And അവിടെ പോയി ഐ ഡിഡ് ഒരു ആ ക്യാബിനറ്റ് സീൻ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ആദ്യം ചെയ്തത്. ഹി വാസ് ഹാപ്പി. ഹി സെഡ് ഓൺ ഡോട്ട് പെർഫെക്റ്റ് ചേട്ടാ, ലൈക്ക് ഓക്കെ. ആൻഡ് ബട്ട് പൃഥ്വിരാജ് വാസ് ലീവിങ് ദാറ്റ് ഡേ. ഹി വാസ് ഗോയിങ് ടു ജോർഡൻ ഐ തിങ്ക് ഫോർ ഷൂട്ടിംഗ്. അങ്ങനെ പുള്ളിയുടെ അസോസിയേറ്റ് ബാവ ആൻഡ് അവയാണ് അത് ഫുൾ കണ്ടക്ട് ചെയ്തത്. ആൻഡ് രാജു ഹാഡ് ഓൾറെഡി ഡബ്ഡ് ആൻഡ് കെപ്റ്റ് എ ട്രാക്ക് ഫോർ റെഫറൻസ്.
Prithviraj's already he had dubbed the whole Entire thing, portion. entire portion with dialogues. So you just have to listen to that and for clarity of lip and ഞാൻ അദ്ദേഹത്തിൻ്റെ പൈലറ്റ്, അതായത് വിവേക് ഒബെറോയ് പെർഫോം ചെയ്യുമ്പോൾ കേട്ട പൈലറ്റ് ഐ യൂസ് ടു വാച്ച് ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഹി ഹാഡ് എ യുണീക്ക് ഒരു സ്റ്റൈൽ ഓഫ് മോഡുലേഷൻ, എസ്പെഷ്യലി ദ ഇംഗ്ലീഷ് ഡയലോഗ്സ് ഇൻ ദാറ്റ്. സോ ഐ ഫോളോഡ് ദാറ്റ് എ ലോട്ട് and just happened like that. Luckily people liked it. Yeah, it was, I think it was planned actually. Just നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു പോയത് ഡബ് ചെയ്യാൻ? കാരണം ഞാൻ ആ സിനിമ കാണുമ്പം ഞാൻ അറിയുന്നില്ല ഡബ് ചെയ്ത് സാറാണെന്ന്. അത് കഴിഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ആക്ടർ വിനീതാണ് സൗണ്ട് കൊടുക്കുന്നത്. അപ്പം ഒട്ടുമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു സൗണ്ട് മോഡുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഇല്ല, അങ്ങനെ ഡബിങ് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ഗോ ടു ദ തിയേറ്റർ, വാച്ച് ദ സീൻ, ദെൻ യു കൻ പ്രിപ്പയർ. മേ ബി യു കൻ പ്രിപ്പയർ യുവർ ലൈൻസ്. അല്ലാണ്ട് നേരത്തെ നമ്മൾ ഇന്ന ആളാണ് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ഒന്നും യു കനോട്ട് ഡു ദാറ്റ്. അവിടെ പോയി ദാറ്റ് വിഷ്വൽ യു ഹാവ് ടു സീ, റൈറ്റ്? ഇപ്പം നമ്മൾ ആ വിഷ്വൽ നോക്കിയിട്ട് അതിനെ സിങ്ക് ചെയ്തിട്ടാണ് സംസാരിക്കുക. ദാറ്റ് ഇസ് ഡബിങ്. ഈ എവ്രി ഒരു ഗ്യാസ്പ് ആണെങ്കിലും ഒരു everything, you're crying, you're yelling, you're shouting, everything has to be enacted in front of the mic. So അവിടെ കണ്ടു കഴിഞ്ഞിട്ട്, പക്ഷെ അതിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവനവർ ഡബ് ചെയ്യുന്ന പോലെയല്ല അത്. നമ്മൾ മറ്റൊരു ആർട്ടിസ്റ്റ് ചെയ്യുമ്പം യു അണ്ടർസ്റ്റാൻഡ്, ആ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കും. അവർ പറഞ്ഞുതരും, ഒരു ബ്രീഫിംഗ് ഉണ്ടാവുമല്ലോ, ഇന്നതാണ് റോള്, ഇന്നതാണ്. അപ്പോൾ സോ ഏകദേശം ഇയാളുടെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. അതിന് സൂട്ട് ചെയ്യുന്ന രീതിയിൽ യു ഹാവ് ടു ടോക്ക്. I can't dub the way I'm dubbing for my character, or even for my characters. If that character has ഒരു പ്രത്യേക ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റപ്പും ബോഡി ലാംഗ്വേജും അതിനനുസരിച്ച് ഇപ്പം ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു ക്യാരക്ടറിന് ഡബ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഒരു നാട്ടുപുറക്കാരുണ്ട് ഞാൻ തന്നെ ചെയ്യുന്നതാണ്. അതിന് രണ്ട് രീതിയുണ്ട്. ഭാഷയായാലും അതിൻ്റെ വോയിസ് മോഡുലേഷൻ ആയാലും അതേപോലെയാണ് മറ്റൊരു ആക്ടർക്ക് ചെയ്യുമ്പം അതെന്താണോ ആ കഥാപാത്രം അതായിട്ട് നമുക്ക് ആ പെർഫോമൻസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വരും എന്നുള്ളതാണ്. ലൈക്ക് ഇപ്പം ഞാൻ ഒറ്റിൽ അരവിന്ദ് സ്വാമി അദ്ദേഹത്തിന് ഡബ് ചെയ്തു. അപ്പോൾ ദാറ്റ് ഓൾസോ വെൻ ഐ ഹിസ് ഗോട്ട് എ ഫെനോമിനൽ സ്ക്രീൻ പ്രസൻസ് ആൻഡ് അദ്ദേഹത്തിൻ്റെ ആ ഗാംഭീര്യം വേണ്ടി ആ ക്യാരക്ടറും അങ്ങനെയായിരുന്നു. സോ ഓട്ടോമാറ്റിക്കലി യുവർ വോയിസ് വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദാറ്റ്. നമ്മൾ കഥകളിയിൽ വേഷപ്പകർച്ച എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊരു വേഷം കിട്ടിക്കഴിഞ്ഞാൽ ഹാഫ് ഓഫ് യുവർ ജോബ് ഇസ് ഡൺ. ദെൻ യു ബിക്കം ദാറ്റ് ക്യാരക്ടർ ആക്ച്വലി. ഇപ്പോൾ ഞാനൊരു സ്റ്റെത്തസ്കോപ്പ് ഒരു ഓവർകോട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഡോക്ടറായിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ മൈ ബോഡി ലാംഗ്വേജിൽ ഓട്ടോമാറ്റിക്കലി ഐ ഫീൽ ലൈക്ക് എ ഡോക്ടർ. ഓക്കെ, ദർ ആർ പ്രിപ്പറേഷൻസ് വേണ്ടുന്ന ഹോംവർക്ക് വേണ്ടുന്ന തരം ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ചില ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ you will need to work on your physique, you will need to do some martial art training or dialogue modulation. അതിന് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് they'll have trainers who will come and train you. ചില പ്രത്യേക രീതിയിൽ പറയേണ്ടതിനൊക്കെ അങ്ങനത്തെ ഉണ്ട്. പക്ഷെ അതർവൈസ് ഇങ്ങനത്തെ ഡബിങ്ങിനൊക്കെ യു ഗോ there, watch, you try it out. If it works, good. If it doesn't work, leave. That's all.